ADGP പി വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് വ്യാജമൊഴി നൽകിയതിൽ ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGPയുടെ ശുപാർശ. MR അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസെടുക്കാമെന്നാണ് ശുപാർശയിലുള്ളത്. എന്നാൽ MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കില്ലെന്നാണ് മുൻ MLA PV അൻവറിന്റെ പരിഹാസം. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നടത്തിയ അന്വേഷണത്തിൽ MR അജിത് കുമാറിനെ നേരിട്ട് വിളിച്ച് മൊഴിയെടുത്തിരുന്നു. അപ്പോഴാണ് സഹപ്രവർത്തകനായ P വിജയനെതിരെ ഗുരുതര ആരോപണം അജിത് കുമാർ ഉന്നയിച്ചത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായിരുന്ന സമയത്ത് P വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മൊഴി. എന്നാൽ ഇക്കാര്യം സുജിത് ദാസ് നിഷേധിച്ചു. അജിത് കുമാറിന്റേത് കള്ളമൊഴിയെന്ന് തെളിഞ്ഞതോടെ നിലവിൽ ഇന്റലിജൻസ് മേധാവിയായ P വിജയൻ DGPക്ക് പരാതി നൽകി. ഡിസംബറിൽ നൽകിയ പരാതി DGP അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഒരു മാസത്തോളം പരാതി പിടിച്ചുവെച്ച മുഖ്യമന്ത്രി ജനുവരിയിൽ DGPയോട് ശുപാർശ തേടിയപ്പോഴാണ് വ്യാജമൊഴിയിൽ കേസെടുക്കാം എന്ന നിർദ്ദേശം ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയത്. വ്യാജമൊഴി ഒപ്പിട്ട് നൽകിയതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഗുരുതര കേസിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചതും ക്രിമിനൽ കുറ്റമെന്നാണ് DGPയുടെ റിപ്പോർട്ട്. അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമെന്ന് PV അൻവർ. ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. ആ അജിത് കുമാറിന് ഇപ്പോൾ അന്വേഷണം നടത്തി ക്ലീൻ ചീട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീട്ട് കൊടുത്തിരിക്കുന്നത്? പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ്. ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല. DGP റാങ്കും പോലീസ് മേധാവി കസേരയും കാത്തിരിക്കുന്ന അജിത് കുമാറിന് കേസെടുത്താൽ തിരിച്ചടിയാകും. 24 തിരുവനന്തപുരം.